വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്ത രചനയായ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന നോവലിൻ്റെ വായനാക്കുറിപ്പ്. വിശ്വവിഖ്യാതമായ മൂക്ക്. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മനോഹരമായ രചനയാണ് വിശ്വവിഖ്യാതമായ മൂക്ക്. ചെറുതും സുസംഘടിതവുമായ കഥയാണ്. ചെറുകഥയേക്കാൾ വലുതും എന്നാൽ നോവലിനേക്കാൾ ചെറുതുമായ ഗദ്യരൂപം. കൊച്ചു കൊച്ചു സംഭവങ്ങൾ കോർത്തിണക്കിയ സരസമായ വ്യക്തതയോടെ ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ കഥ പറയുന്ന അതുല്യ പ്രതിഭയാണ് വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്തമായ കഥകളിലൊന്നായ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കഥയിൽ ആക്ഷേപഹാസ്യത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിമർശനമായാണ് ബഷീർ പറയുന്നത്. ഒരു സാധാരണ പാചക തൊഴിലാളിക്ക് ഒരു ദിവസം മൂക്കിന് നീളം വെക്കുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ പരമ്പരകളുമാണ് ഈ കഥയിലെ ഇതിവൃത്തം. മൂക്ക് എന്ന വിഷയത്തിലൂടെ സമൂഹത്തിലെ പൊള്ളത്തരങ്ങളെ ഹാസ്യാത്മകമായി നോക്കിക്കാണുകയാണ് കഥാകൃത്ത് ഈ കഥയിലൂടെ. ഓരോ കഥയിലും അതിന് യോജ്യമായ ഭാഷയിലും ശൈലികളുമാണ് ബഷീർ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വീഡിയോയും അതെ. അതുകൊണ്ട് തന്നെ ബഷീർ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. ഈ വലിയ മൂക്കിൻ്റെ കഥ ആരംഭിക്കുന്നത് കഥാനായകന് 24 വയസ്സ് കഴിഞ്ഞപ്പോഴാണ്. നമ്മുടെ കഥാനായകന് എഴുതാനോ വായിക്കാനോ അറിയില്ല. കുശിനിപ്പണി ചെയ്യുക, നല്ലവണ്ണം ഉണ്ണുക, ഒരു പൊടി വലിക്കുക, മൂക്കുപൊടിയെ അത്ര തന്നെ. അങ്ങനെയുള്ള ചിന്തകൾ മാത്രമായി സുഖമായിട്ട് കഴിഞ്ഞുകൂടുന്ന ഒരു ദിവസം പെട്ടെന്നാണ് ഒരു മഹാത്ഭുതം പോലെ അത് സംഭവിച്ചത്. മറ്റൊന്നുമല്ല, നായകൻ്റെ മൂക്ക് നാൾക്കുനാൾ നീളം വെക്കുകയാണ്. അത് വാളും കഴിഞ്ഞ് താടി വരെ എത്തിയിരിക്കുന്നു. ഒരാഴ്ച കൊണ്ട് മൂക്ക് പൊക്കിൾ വരെ നീണ്ടു. എന്നാൽ കഥാനായകനാവട്ടെ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ശ്വാസം വിടാൻ പൊടിയും വലിക്കാം. മൂക്കൻ എന്ന പുതിയ പേരും കിട്ടി. എന്നാൽ മൂക്കനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടപ്പോൾ രാഷ്ട്രീയക്കാരോ മനുഷ്യസ്നേഹികളോ അത് ചോദ്യം ചെയ്തില്ലല്ലോ എന്ന് കഥാകൃത്ത് വീക്ഷിക്കുന്നു. മൂക്കൻ കാരണം ഈ വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല. പണി പോയ മൂക്കനും അവൻ്റെ അമ്മയും പട്ടിണിയാണ്. അപ്പോഴും മൂക്കനെ കാണാൻ ആളുകൾ ഒഴുകിയെത്തുന്നു. മൂക്കനെ ഒന്ന് കാണണം, ഒന്ന് തൊടണം, ഒരു ഫോട്ടോ എടുക്കണം, അഭിമുഖം നടത്തണം എന്നൊക്കെ പറഞ്ഞ് പത്രക്കാർ, TV-ക്കാർ, അങ്ങനെ. അവസാനം ഗത്യന്തരമില്ലാതെ മൂക്കൻ അമ്മയോട് രഹസ്യമായി പറഞ്ഞു, ഈ മുഷേറ്റുകളെ ആട്ടി പുറത്താക്കി വാതിലടക്കും. അവിടെ വന്നവരാരും നിങ്ങൾക്ക് എന്താണ് ഇത്ര ക്ഷീണം, ആഹാരമൊന്നും കഴിച്ചില്ലേ എന്ന് ചോദിച്ചതുമില്ല. എന്നാൽ മൂക്കൻ്റെ അമ്മയുടെ ബുദ്ധിയിൽ കഥയാകെ മറിഞ്ഞു. അമ്മ മൂക്കനെ കാണാൻ ഫീസ് നിശ്ചയിച്ചു. ഫീസ് ദിനം പ്രതി വർദ്ധിച്ചു. അങ്ങനെ 6 വർഷം കൊണ്ട് മൂക്കൻ ലക്ഷപ്രഭുവായി. മൂക്കന് നല്ല വീടും സുന്ദരിമാരായ 2 സെക്രട്ടറികളും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു മനുഷ്യന് 2 സ്ത്രീകൾ ഒരേ സമയം പ്രേമിച്ചാൽ എങ്ങനെയുണ്ടാകും? മൂക്കൻ്റെ വീട് ഒരു അതിഥി മന്ദിരം കൂടിയാണ്. അവിടെ ആർക്കും എപ്പോഴും ആഹാരമുണ്ട്, ഒരു വലിപ്പൊടിയും. മൂക്കന് കൈവന്ന പണവും പ്രശസ്തിയും കണ്ട് മൂക്കനെ തങ്ങളുടെ പാർട്ടിയിൽ ചേർക്കാൻ രാഷ്ട്രീയക്കാർ മത്സരിച്ചു. മൂക്കൻ ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് എല്ലാവരും ശരിവെച്ചു. മൂക്കൻ അഭിപ്രായം പറയാത്ത കാര്യങ്ങൾ നിസ്സാരമായി കാണാനും തുടങ്ങി. അവസാനം നാസിക പ്രമുഖൻ എന്ന പേര് നൽകി അവാർഡ് നൽകി ഭരണപക്ഷ പാർട്ടിക്കാർ മൂക്കനെ അവരുടെ പാർട്ടിക്കാരനാക്കി. എതിർ പാർട്ടിക്കാർ മൂക്കൻ്റെ മൂക്ക് റബ്ബർ മൂക്കാണെന്ന് പ്രചരിച്ചു. അങ്ങനെ സങ്കീർണമായ സംഭവ പരമ്പരയിലൂടെ ലോക പ്രശസ്തനാകുന്ന മൂക്കൻ തൻ്റെ ജീവിതത്തിൽ അഭംഗിയും അപമാനവും നൽകിയ മൂക്ക് തന്നെ പണക്കാരനാക്കിയ അതേ മൂക്ക് പണവും പ്രശസ്തിയും ഒരാളെ പ്രമുഖനാക്കുന്നതാണ് ഈ കഥയിൽ നമ്മൾ കണ്ടത്. ബഷീറിൻ്റെ നർമ്മരസം തുളുമ്പുന്ന പ്രയോഗങ്ങളിലൂടെയും പാടവത്തിൻ്റെ വിജയവൈജന്തിയായി നിലകൊള്ളുന്നതുമാണ് ഈ കഥ. കപടബുദ്ധിജീവികളുടെയും നവമാധ്യമ സംസ്കാരത്തെയും പരിഹസിക്കാൻ ബഷീർ മൂക്കനെ ആയുധമാക്കുന്നു. ബഷീറിൻ്റെ ആഖ്യാന രീതിയുടെ കൗശലം മലയാളത്തിലെ മറ്റൊരു എഴുത്തുകാരനും നേടിയിട്ടില്ല. വായനക്കാരനെ ഇതിവൃത്തത്തിൽ ഏതിടവയിലേക്കും കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്ന മോപ്പാസാങ്ങിൻ്റെയും ശ്വാസം മുട്ടുന്ന അന്തരീക്ഷങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന ചെഖോവിൻ്റെയും കൗശലങ്ങൾ ഈ എഴുത്തുകാരിൽ ഒന്നിക്കുന്നു. ഈ രചനയിൽ ബഷീർ ഉപയോഗിച്ചിരിക്കുന്ന തനി നാടൻ ഭാഷയുടെ വൃത്താന്തത്തോട് നമ്മെ കൂടുതൽ അടുപ്പിക്കുകയും തെല്ലും മുഷിമിപ്പിക്കാതെ ആദ്യം പിടിച്ചിരുത്തുകയും ചെയ്യുന്നു. ഇത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ഒരു കഥയുടെ വായനാക്കുറിപ്പാണ്. താങ്ക് യു.